ഹലോ ഓൾ, ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയതേ ഉള്ളൂ. വേറെ കുറച്ച് സിനിമയുടെ കാര്യങ്ങളും അതുപോലെ പുതിയ സിനിമയുടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു. ഇപ്പം ആലീസ് റെസിഡൻസി നമ്മുടെ പത്മ ജംഗ്ഷനിലുള്ള അവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ വന്നു, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഫ്രീ ആയി. അറൗണ്ട് ഇപ്പം ടൈം 11 ആയിട്ടുണ്ട്. രാത്രി 11 മണി. ഭക്ഷണമൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഒന്ന് പുറത്ത് കറങ്ങി വന്നാലോ എന്ന്. അത് പറയാൻ കാരണമുണ്ട്. വൈകുന്നേരം ന്യൂസ് കേട്ടു. കുറേ നാളുകളായിട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും അത് എടുത്തു പറയുന്ന ഒരു യൂട്യൂബിലാണ് ന്യൂസ് കേട്ടത്. കോഴിക്കോടും അതുപോലെ തന്നെ കൊച്ചിയിലും HIV ബാധിതരുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. അതും 17 കൗമാരക്കാരിൽ 17 വയസ്സ് മുതൽ 25 അല്ലെങ്കിൽ 32 വയസ്സ് വരെയുള്ള ആളുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്പർ 1 കേരളം, ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന നമ്മൾക്ക് ലജ്ജിക്കാൻ ഒതുങ്ങുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇതുപോലുള്ള മെട്രോ സിറ്റികളിലും അതുപോലെ തന്നെ കോഴിക്കോട് പോലുള്ള സിറ്റികളിലൊക്കെ കൂടി വരുന്നത്? അതിൻ്റെ ചെറിയ ഉദാഹരണം നമ്മളുടെ ഈ ഒരു നൈറ്റ് ജേണിയിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഞാനിപ്പം ഇറങ്ങുകയാണ്. ഇതൊരു പ്രിക്വേഷനായിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ ആരെയും അവഹേളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസ് ഒന്നുമല്ല. ഒരു പ്രിക്വേഷനായിട്ട് നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ മുതിർന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ, ഒരു അറിയിപ്പ്, അത്ര മാത്രമായിട്ട് കണ്ടാൽ മതി. ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഒരു 2-3 വർഷം മുൻപ് വരെ കേരളത്തിൽ അറൗണ്ട് 20 to 32 പേരെങ്ങാണ്ട് ടോട്ടൽ HIV ബാധിത ആളുകളെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ 8 മാസത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ആ 20-30 പേര് എന്നുള്ളത് 160-170 പേരിലേക്ക് മാറി. ഒന്ന് ആലോചിച്ച് നോക്ക്, 20 പേര് എന്നുള്ളത് 170 ആളുകളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അത്രത്തോളം HIV ബാധിതരാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച ആളുകളാണ്. മനസ്സിലായോ? ഇനി എത്രയോ ആളുകൾ തിരിച്ചറിയാനിരിക്കുന്നു. നമ്മളുടെ ഇടയ്ക്കുള്ള എത്രയോ ആളുകൾക്ക് ഈ രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയത്തില്ല. തിരിച്ചറിഞ്ഞ കേസുകൾ മാത്രമാണ്, അറിഞ്ഞും അറിയാതെയും ബ്ലഡ് ടെസ്റ്റിലൂടെ തിരിച്ചറിഞ്ഞ കേസുകൾ മാത്രമാണ് 170. അതിൻ്റെ എത്രയോ ഇരട്ടി നമ്മളുടെ ഇടയിലുണ്ട്. അതും കൗമാരക്കാരിലാണ്. ഇവിടെ പഠിക്കാൻ വരുന്ന അല്ലെങ്കിൽ ജോലി തേടി IT കമ്പനികളിലേക്ക് ജോലി തേടി വരുന്ന, നൈറ്റ് ലൈഫ് ആസ്വദിച്ചിറങ്ങുന്ന എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മൾ ഒരു യുക്തിബോധമില്ലാതെ ഒരു നൈറ്റ് ലൈഫൊക്കെ ആസ്വദിച്ച് വരുന്ന ആളുകൾ, ഒരു കൺട്രോൾ ഇല്ലാതെ ലൈഫ് എൻജോയ്മെൻറ്റ് എന്ന് പറയുന്ന ആസ്വദിക്കുന്ന ആളുകളിലൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നാളത്തെ നമ്മുടെ നാടിനെ നയിക്കേണ്ടത്, നമ്മുടെ തലമുറയെ നയിക്കേണ്ടത് യങ്സ്റ്റേഴ്സാണ് അല്ലേ? അവരാണ് വളർന്നു വന്ന് ഈ നാടിൻ്റെ ഒരു ബാക്കപ്പ് ആകേണ്ടത്. അപ്പം ഇതൊരു കോഷൻ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. നമുക്ക് നമ്മുടെ അറിവിലേക്കായിട്ട് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ മെയിൻ സ്ട്രീം മീഡിയാസ് ചെയ്ത റിപ്പോർട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം. അതിനുശേഷം ഇവിടുത്തെ നൈറ്റ് ലൈഫിലേക്ക് നമുക്കിറങ്ങാം. വെൽക്കം ബാക്ക് ടു ഓസം ലൈഫ്. ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ. ലെറ്റ്സ് ഗോ ടു ദ വ്യൂ. പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ നിന്ന് സാനുവിക്ക് ലഭിച്ച വിവരാവകാശ രേഖ പ്രകാരം പുരുഷ സ്വവർഗാനുരാഗികളിൽ എയ്ഡ്സ് ബാധ കൂടുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. 308 നിന്ന് 360 ഒരു വർഷം വർധനമുണ്ടായിരിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്? എന്ത് സൂചനയാണ് ഈ കണക്കുകൾ നമുക്ക് നൽകുന്നത് സാനു? അരുൺ, ആദ്യമേ തന്നെ പറയട്ടെ, കേരളത്തിൽ 30,000-ഓളമാണ്, 30,000-അടുത്താണ് ആകെ എയ്ഡ്സ് രോഗികളുടെ എണ്ണം. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇത് 1 ലക്ഷത്തിനൊക്കെ മുകളിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ താരതമ്യേന എയ്ഡ്സ് രോഗികൾ കുറവാണ്. പക്ഷേ കേരളം പോലെ ഒരു ആരോഗ്യരംഗത്ത് ഇത്രയേറെ ശ്രദ്ധിക്കുന്ന, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഒരു സംസ്ഥാനത്ത് 5 വർഷത്തിനിടെ രോഗികളുടെ എണ്ണം യുവാക്കളിൽ കൂടി എന്ന് പറയുന്നത് ചെറിയ കണക്കല്ല എന്ന് തന്നെ നമുക്ക് ആദ്യമേ വേണം പറയാൻ. ഈ ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് സൂചിയിലൂടെ, രക്തം സ്വീകരിക്കലിലൂടെയൊക്കെയുള്ള രോഗബാധ വളരെ അധികം കുറയ്ക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സൂചികളിലൂടെയോ അല്ലെങ്കിൽ രക്തം സ്വീകരിക്കുന്നതിലൂടെയോ ഒന്നും കേരളത്തിൽ എയ്ഡ്സ് രോഗം പകരുന്നില്ല. മറിച്ച് 99% എയ്ഡ്സ് രോഗവും പകരുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണെന്നാണ് നമുക്ക് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിൽ തന്നെ പുരുഷ സ്വവർഗാനുരാഗികളിലാണ് ഈ അസുഖം കൂടുതലാവുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ ടെസ്റ്റ് ചെയ്യാനുള്ള ആളുകളെ, ഇവരുടെ പാർട്ട്നേഴ്സിനെ പലപ്പോഴും വെളിപ്പെടുത്താറില്ല. മാത്രവുമല്ല സുരക്ഷിതമായ തരത്തിലല്ല ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഏതായാലും യുവാക്കളിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് എറണാകുളം ജില്ലയിലാണ് എന്നാണ് നമുക്ക് വിവരാവകാശ രേഖയിൽ വ്യക്തമായ കണക്കുകൾ. 2017-18 വർഷത്തിൽ 35 രോഗികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും 2022-23 വർഷമാകുമ്പോഴേക്കും അത് 104 രോഗികളായി ഉയർന്നു. പക്ഷേ രോഗികളുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. 6 ഇരട്ടിയോളമാണ് 5 വർഷത്തിനിടെ വർധനവുണ്ടായത്. ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് MG റോഡിൽ നിന്നും പുല്ലേപ്പടി ഭാഗത്തേക്കാണ്. അതായത്
പുല്ലേപ്പടി ലെഫ്റ്റ് തിരിഞ്ഞ് പോകാം. റൈറ്റിലേക്ക് പോയാൽ നമ്മുടെ സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിലേക്കും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്കും പോകാം. ആ ഫുട്പാത്തിലൂടെ ഞങ്ങൾ ഒന്ന് നടന്ന് നോക്കുകയാണ്. അറൗണ്ട് 12 മണിയാകാനായി. അത്യാവശ്യം വെട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നൈറ്റ് ലൈഫിൻ്റെ ആ ഒരു പ്രതീതിയൊക്കെ ഉണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ വളരെ ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ്. അവിടെ പല ആളുകളും എന്തിനൊക്കെയോ ആരെയൊക്കെയോ തപ്പുന്ന ഒരു പ്രതീതി അങ്ങ് ദൂരത്തായിട്ട് നമുക്ക് കാണാം. ഇതാണ് ഇവിടെയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ടീം. രാത്രിയായി കഴിഞ്ഞാൽ ഇവരുടെ ബഹളമാണ് റോഡിൻ്റെ 2 സൈഡിലുമായിട്ട്. അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഉപജീവന മാർഗം അവർ ചെയ്യുകയായിരിക്കാം. എങ്കിൽ പോലും ഇതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെയാണ് ഈ ഒരു പ്രവൃത്തികൾ ഇവിടെ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇവർ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. ഇത് സ്ത്രീകളല്ല, ട്രാൻസ്ജെൻഡേഴ്സാണ്. വളരെ സ്വൈര്യവിഹാരം നടത്തുകയാണ് അവർ ഇവിടെ. KSRTC എങ്ങോട്ടേക്കാ? ആ ഭാഗത്താ. ഇത് പുല്ലേപ്പടി റോഡല്ലേ? സാധാരണ നമ്മൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മുന്നിൽ നമ്മൾ ആകെ കൂടെ പെട്ടുപോകും. ഇത് പുല്ലേപ്പടിയിലേക്കുള്ള വഴിയാണ്. ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്തു എന്നേ ഉള്ളൂ. ഈ വഴിയൊക്കെ വളരെ വിജനമായിരിക്കുകയാണ്. അവിടെ നിന്ന് വരുന്ന കണ്ടില്ലേ, ശരിക്കും സ്ത്രീകളെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് അവരുടെ. ഇവർക്കൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ഈ പോകുന്ന സ്ത്രീയുടെ പുറകെ ഒരാളും കൂടെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഗേറ്റിനകത്തേക്ക് അവർ കയറി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അറൗണ്ട് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വന്ന ഒരാളാണ് ഞാൻ. എറണാകുളത്ത് മീൻസ് പഠിക്കാനായിട്ടും അതുപോലെ കൂടുതൽ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എറണാകുളത്ത് വന്നതാണ്. പക്ഷേ ഇപ്പം ഈ ഒരു 5-6 വർഷത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയൊരു മാറ്റമാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മുടെ ഈ കാഴ്ചകളൊക്കെ പോകുന്നത്. അത് പോസിറ്റീവായിട്ട് എടുക്കുക. കാരണം ഞാൻ ആരെയും പേഴ്സണലി ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താനോ ഒന്നുമല്ല. ഒരു കോഷൻ എന്ന ലെവലിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. ആ സെൻസിൽ മാത്രമായിട്ട് കാണുക. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു തരാം എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പുതിയ പ്രശ്നമെന്ന്. അപ്പോൾ നമുക്ക് കണ്ടാലോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറണാകുളം ആണോ എന്ന് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബാംഗ്ലൂർ, മുംബൈ പോലെയൊക്കെയാണ്. ഇതാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ മെട്രോ സിറ്റിയായ എറണാകുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഗുഡ് ഓർ ബാഡ് എന്നുള്ളത് അത് ഡിപ്പെൻസ്. കാരണം ന്യൂ ജനറേഷൻ വന്നു. ഓൾഡ് ജനറേഷനും മിഡ് ജനറേഷനും ഇതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. സോ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് എറണാകുളത്തിലെ MG റോഡുള്ള ഒരു ടീ ഷോപ്പാണ്. ആദ്യം അവിടെ കുറച്ച് ടീ ഷോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം ഒരു 7-8 ടീ ഷോപ്പുകളും ബാക്കിയുള്ള ഒരു ഹാങ്ങിങ് പോയിൻ്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. യങ്സ്റ്റേഴ്സ് ഫുള്ള് തമ്പടിച്ചിരിക്കുന്നത് അറൗണ്ട് ഒരു 12 മണി മുതൽ 3 മണി 4 മണി വരെ ഉറങ്ങാതെ അവർ എൻജോയ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇത് പബ്ബൊന്നുമല്ല കേട്ടോ, നമ്മൾ ബാംഗ്ലൂർ കാണുന്ന പോലത്തെ അങ്ങനത്തെ ഏരിയ ഒന്നുമല്ല. ജസ്റ്റ് ചായ കുടിക്കാനും ഹാങ് ഔട്ട് ചെയ്യാനൊക്കെയാണ് ഇവിടെ വരുന്നത്. മിക്സഡ് ആയിട്ടാണ് ഇവിടെ കുട്ടികളുള്ളത്. അതൊന്നും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ വലിയൊരു കാര്യമൊന്നുമല്ല. ഞാനത് വലിയ കുറ്റമായിട്ടല്ല പറയുന്നത്. എങ്കിൽ പോലും ഇതിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് പഠിക്കാൻ വന്നതാണെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പോൾ അറൗണ്ട് സമയം 1:30 ആയി. എങ്കിൽ പോലും കുട്ടികൾ അവിടെ ഹാങ് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്. അതിലൊരു ടൈം റെസ്ട്രിക്ഷൻ എന്നുള്ളത് നമ്മൾ സ്വയമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ മാതാപിതാക്കളോ നമ്മളുടെ ടീച്ചേഴ്സോ ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. സോ ഇതൊരു ബാഡ് സെൻസിൽ എടുക്കരുത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ MG റോഡിൻ്റെ ആ ഒരു ഫുട്പാത്തിലൂടെ നൈറ്റിലൊന്ന് നടക്കുകയാണ്. കാഴ്ചകളൊക്കെ വളരെ രസകരമാണ്. കാരണം വളരെ ഹെവി സ്പീഡിലാണ് പലരും ബൈക്ക് ഓടിക്കുന്നതും കാർ ഓടിക്കുന്നതൊക്കെ. അപകട സാധ്യത വളരെ കൂടുതലാണ്. കൊച്ചി ഒരുപാട് മാറിയിരിക്കുന്നു. ഒരുപാട് ഫാസ്റ്റ് ലൈഫായി. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു ഉറങ്ങാത്ത നഗരം എന്ന ലെവലിലേക്ക് കൊച്ചി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്ര വലിയ മെട്രോ സിറ്റി ആയിട്ട് പോലും ഫുട്പാത്തൊക്കെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ്. കണ്ടില്ലേ, ഇതൊക്കെയാണ് സിറ്റുവേഷൻസ് കിടക്കുന്നത്. എന്തായാലും ഒരു വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ഞാൻ എപ്പോഴും വന്ന് ആസ്വദിക്കാറുള്ള ഒരു സിറ്റിയാണ്. കാരണം സിനിമയുടെയും കൂടെ മേഖലയായതുകൊണ്ട് ഇതുപോലെ ഒരുപാട് പോസ്റ്റേഴ്സും
ഒരുപാട് സിനിമ സംബന്ധമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിനെപ്പോഴും പുതിയ ഓപ്പർച്യൂണിറ്റികളൊക്കെ തരുന്നൊരു സിറ്റിയാണ്. നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പോസിറ്റീവ് സെൻസിൽ നമ്മളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും നമ്മളുടെ ആ ഒരു ബാക്കപ്പും ഒക്കെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പൊട്ടൻഷ്യലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ വളരെ നല്ല ലെവലിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഞാനൊരു ചൂട് ചായ കുടിച്ചു. ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഇവിടെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും സിറ്റുവേഷനും. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്. നിങ്ങൾ തീരുമാനിക്കും. അങ്ങനെ നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനിയിപ്പോൾ നേരെ അകത്തോട്ട് കയറാം, എന്നിട്ട് വിശദമായിട്ട് പറയാം. രസമായിരുന്നു കേട്ടോ കാഴ്ചകൾ, മോശമൊന്നുമല്ല. എന്നാൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടിയത്. അല്ലാതെ ഇപ്പോൾ ആരെയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരെയും മോശമായിട്ട് ചിത്രീകരിക്കാനോ കാര്യങ്ങളൊന്നുമല്ല. അതൊരു പ്രിക്കോഷനായിട്ട് കണ്ടാൽ മതി. നമ്മുടെ ആലീസ് ഹോട്ടലില്ലേ, അവിടെയാണ് ഞാനിന്ന് സ്റ്റേ ചെയ്യുന്നത്. ബാക്കി എല്ലാ ഹോട്ടൽസും ഫുള്ളാണ്. പിന്നെ ഇതൊരു പ്രത്യേകതയുള്ള ഹോട്ടലാണ്. കാരണം സിനിമാക്കാരൊക്കെ ഇവിടെയാണ് തമ്പടിക്കുന്നത്. ആലീസിലാണ് ഇന്ന്. വേറെ കുറച്ച് മീറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നമുക്ക് റൂമിനകത്തേക്ക് ചെല്ലാം. രാത്രി കറക്കമൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി. അപ്പം അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയാമെന്ന് വെച്ചിട്ടായിരുന്നു. ഇത് തെറ്റൊന്നുമല്ല കേട്ടോ. ഇപ്പം നൈറ്റ് ലൈഫ് ആസ്വദിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു യങ് ജനറേഷൻ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. എങ്കിൽ പോലും ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തൊരു ടൈമിംഗ് എന്ന് പറയുന്നത് അറൗണ്ട് 11 o'clock to 1:30, 2 o'clock ടൈം വരെയാണ്. അപ്പോൾ 1 മണി 2 മണിക്ക് ഇടയ്ക്ക് നിങ്ങൾ കണ്ട കാഴ്ചയാണ്. 1 മണി 2 മണി സമയത്ത് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ഒക്കെ അവിടെ ഹാങ് ഔട്ട് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇത്രയും ലൈറ്റ് നൈറ്റിൽ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേര്, ഞാൻ എല്ലാവരെയും ഒന്നും പറയുന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് ഒരു മെജോറിറ്റി ആളുകളൊക്കെ അവരുടെ ഫോക്കസ് സ്കാറ്ററായി മറ്റു പല കെണികളിലൊക്കെ വീഴാറുണ്ട്. കാരണം കൊച്ചി എന്തിനൊക്കെ ഫേമസ് ആണ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ടാലൻറ്റഡ് ആണ്. അതുപോലെ തന്നെ വളരെ അവർ മെച്യൂർഡാണ്. എങ്കിൽ പോലും ഒരു കോഷൻ എന്ന നിലയ്ക്ക് ഞാൻ അവരോട് പറയുകയാണ്, ബാക്കിയെല്ലാം ഓക്കെ, നമുക്ക് ഈ സുരക്ഷിതമല്ലാത്ത പല കാര്യങ്ങളിലേക്കും പോകുമ്പോൾ HIV പോലുള്ള അസുഖങ്ങൾ, അതുപോലെ ഡ്രഗ്സിന് അടിമപ്പെടുക, അതുമല്ല നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വീഴ്ച സംഭവിച്ചാൽ നമുക്ക് തിരിച്ച് കയറാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും ലൈഫിനൊരു റിവേഴ്സ് ഗിയർ ഇല്ല. ഇറ്റ്സ് ലൈക്ക് ഫ്ലൈറ്റ്. അതിനൊരു റിവേഴ്സ് ഗിയർ ഇല്ല. നമുക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇന്നലകളിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. നാളെകളെ പറ്റി മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രിക്കോഷൻ എന്ന ലെവലിലേക്ക് ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില സിനാരിയോ നമ്മൾ മീഡിയാസിലൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വിട്ടു പോകത്തില്ല, ജീവിതം അവിടെ തീർന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ നോക്കിയും കണ്ടും ഒരു നല്ലൊരു തലമുറയായിട്ട് വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു കോഷൻ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ സൈനിങ് ഓഫ്. ഓസം ലൈഫ്. ലവ് യു ഓൾ.